പ്രിയമുള്ള കുഞ്ഞുമക്കളെ, ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട്. സ്നേഹക്കരുത്ത് എന്ന കഥ കേൾക്കൂ. അമ്മേ, ദേ എൻ്റെ കൂട്ടുകാരെ കണ്ടോ? ആനക്കുട്ടൻ ജംബു അമ്മയാനയോട് ചോദിച്ചു. കുഞ്ഞനലിയും കുഞ്ഞാരിയത്തത്തയും കുട്ടൻ മുയലും കൂട്ടുകാരും എന്നെ കളിക്കാൻ വിളിക്കുന്നുണ്ട്. ഞാനൊന്ന് പോയി വരട്ടെ? ജംബു ചോദിച്ചു. അയ്യയ്യേ, കഷ്ടം കഷ്ടം. ഈ നിസ്സാരന്മാരോടാണോ നീ കൂട്ടുകൂടുന്നത്? വമ്പരിൽ വമ്പരാം കൊമ്പനാകും നിന്നുടെ അച്ഛനറിഞ്ഞിടേണ്ട കാട്ടിലെ വീരന്മാർ കൂട്ടുകൂടാൻ ഏറെ കൊതിക്കുന്നൊരാനക്കുട്ടി പീറമിറ മൃഗങ്ങളോടൊപ്പം കൂടി കാടു കളിച്ചു നടന്നിടേണ്ട. ഈ നിസ്സാരന്മാരുടെ കൂടെ കളിക്കാതെ സിംഹരാജകുമാരനോടും പുലിക്കുട്ടികളോടും ആനക്കുട്ടികളോടും ചങ്ങാത്തം കൂട്, അല്ലെങ്കിൽ കാട്ടുപോത്തൻ കുട്ടികളെയെങ്കിലും കൂടെ കൂട്ട് എന്ന് പറഞ്ഞ് അമ്മ ആനക്കുട്ടിയെ നിർബന്ധിച്ച് കൂട്ടിക്കൊണ്ടുപോകും. എങ്കിലും കണ്ണു തെറ്റിയാൽ എലിക്കുട്ടോ, മുയൽക്കുട്ടോ, പൂയ് എന്ന് വിളിച്ച് അവൻ ഓടിച്ചെല്ലും. തൻ്റെ കൂട്ടുകാരോടൊപ്പം കളിച്ച് രസിക്കും. ഒടുവിൽ സഹികെട്ട് അച്ഛനും അമ്മയും കൂടി അവനെ വഴക്ക് പറഞ്ഞ് നിർബന്ധിച്ച് വിളിച്ചുകൊണ്ടുപോകും. ഒരു ദിവസം ജംബുവിനെ കാണാതായപ്പോൾ അമ്മ അവനെ തേടി കൂട്ടുകാരുടെ അടുത്ത് ചെന്നു. അമ്മ പിടിയാനെ കണ്ടപ്പോൾ തന്നെ അവർ ഭയന്നു. ഏയ്, എൻ്റെ മോൻ ഇവിടെ വന്നില്ലേ? ഇല്ലല്ലോ, ഇവിടെ വന്നിട്ടില്ല. അമ്മ വഴക്ക് പറയുമെന്ന് പറഞ്ഞ് അവനിപ്പോൾ വരാറേയില്ല. ചേടാ, പിന്നെ അവനിവിടെ പോയി എന്ന് പറഞ്ഞ് അമ്മ ആനക്കുട്ടിയെ അന്വേഷിച്ച് പുറപ്പെട്ടു. ആനക്കുട്ടനെ കാണാതായെന്ന് പറഞ്ഞപ്പോൾ അവർക്ക് വലിയ വിഷമമായി. കുഞ്ഞാരിയ തത്തയെ അന്വേഷണത്തിനായി പറഞ്ഞു വിട്ടു. കുറേ ദൂരം ചെന്നപ്പോൾ അധികം ആരും ചെല്ലാത്ത ഒരു കുറ്റിക്കാടിന് സമീപത്തുള്ള ചെളിക്കുഴിയിൽ നിന്ന് ആനക്കുട്ടൻ്റെ കരച്ചിൽ കേട്ടു. കുഞ്ഞാര്യ പറന്നു ചെന്ന് അവൻ്റെ തുമ്പിയിൽ തലോടിക്കൊണ്ട് ചോദിച്ചു, എന്തു പറ്റി കൂട്ടുകാരാ? അമ്മയുടെ നിർബന്ധം മൂലം കാട്ടുപോത്തിൻ കുട്ടികളോടൊപ്പം ഞാൻ കാട് കയറി നടന്നതാണ്. ചെളിയുള്ള പ്രദേശത്തുകൂടി അവർ ഇറങ്ങി നടന്നപ്പോൾ ഞാനും ഒപ്പം കൂടി. അവർക്ക് ചെളിയിൽ നടന്ന് ശീലമുണ്ട്, എനിക്കതില്ലല്ലോ. എൻ്റെ കാലുകൾ ചെളിയിൽ പൂണ്ടുപോയി. അയ്യോ, എന്നിട്ട് അവരാരും രക്ഷിക്കാൻ നോക്കിയില്ലേ? ഇല്ല ചങ്ങാതി, ആനക്കുട്ടിയെ കരയ്ക്ക് കയറ്റാനുള്ള ശക്തി തങ്ങൾക്കില്ലെന്ന് പറഞ്ഞ് അവർ ഓടിപ്പോയി. കുഞ്ഞാര്യ വേഗം പറന്നു ചെന്ന് കൂട്ടുകാരെ വിവരമറിയിച്ചു. എലിക്കുട്ടൻ കുറേ എലികളെയും കൂട്ടി അവിടെ എത്തി മരത്തടികൾ മുറിച്ച് ചെളിയിലിട്ട് കൊടുത്തു. കുഞ്ഞാരിയ തത്ത കൂട്ടുകാരെ കൂട്ടി ഒരു വശം മരത്തിൽ ഉറച്ച കാട്ടുവള്ളിയുടെ മറുവശം ആനക്കുട്ടിക്ക് കൊടുത്തു. മുയൽക്കുട്ടന്മാർ ചെറിയ കല്ലും കട്ടകളും ഇട്ട് ചെളിയുടെ വഴുവഴുപ്പ് കുറച്ചു. അവരെല്ലാം ആവേശത്തോടെ ആനക്കുട്ടനോട് കാട്ടുവള്ളി വലിക്കാൻ ആവശ്യപ്പെട്ടു. ജംബു, കുട്ട, ചങ്ങാതി, വേഗം കയറിപ്പോരൂ, നീ കാട്ടുവള്ളി വലിച്ചു വലിച്ച് കാട്ടിലേക്ക് കയറിപ്പോരൂ. കൂട്ടുകാരുടെ പിന്തുണയും പ്രോത്സാഹനവും നൽകിയ കരുത്തിൽ ജംബു കാട്ടുവള്ളി പിടിച്ചു വലിച്ച് മരത്തടികളിലും കല്ലുകളിലും ചവിട്ടി സാവധാനം മുന്നോട്ട് നടന്നു. അങ്ങനെ ചെളിയിൽ നിന്ന് കയറി കരയ്ക്കെത്തി. കൂട്ടുകാരെ ഓരോരുത്തരെയായി പുറത്തിരുത്തി പാട്ടുപാടി രസിച്ച് അവൻ മടങ്ങി. രൂപത്തിലല്ല, വലിപ്പത്തിലല്ല, സ്നേഹത്തിലാണേടോ കാര്യമെല്ലാം. വീരത്തിലല്ല, ശൗര്യത്തിലല്ല, ബുദ്ധിയിലാണു കാര്യമെല്ലാം. ജംബു ഉറക്കെ പാടി. കൂട്ടുകാരത് ഏറ്റുപാടി. കൂട്ടുകാരോടൊപ്പം സന്തോഷത്തോടെ വരുന്ന മകനെ അമ്മ പിടിയാൻ സ്വീകരിച്ചു. മോനെ, നിന്നെ കാണാനില്ലെന്ന് പറഞ്ഞ് ഞാൻ പലരെയും സമീപിച്ചു. അവർക്കൊന്നും ഒരു കൂസലും ഉണ്ടായില്ല. എന്നാൽ ഈ പാവങ്ങൾ ബുദ്ധി ഉപയോഗിച്ച് നിന്നെ രക്ഷിച്ചു. നിന്നെ അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ വേറെ ആർക്കും തോന്നിയില്ല. ഇവരാണ് യഥാർത്ഥ കൂട്ടുകാർ. നീ ഇനി എന്നും ഇവരോടൊപ്പം കളിച്ചാൽ മതി. അത് കേട്ട് ആനക്കുട്ടി സന്തോഷത്തോടെ ചിഹ്നം വിളിച്ചപ്പോൾ കൂട്ടുകാരെല്ലാം സന്തോഷ പൂമഴയിൽ മുങ്ങി കുളിച്ചു നിന്നു.